മമ്മ ഇന്ന് തിരിച്ചു പോവാണ്. മമ്മയുടെ ഫ്ലൈറ്റ് വെളുപ്പിന് 4:55 അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ വന്നു. മമ്മേനെ ചെക്ക് ഇൻ ചെയ്തു, കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ഞാനും എബിനും ഇന്ന് വിയറ്റ്നാം പോവാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് സെയിം എയർപോർട്ടിൽ നിന്ന് 2 hours കൊണ്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 1 shot എയർപോർട്ടിലേക്ക് ഒരുമിച്ച് വന്നു. എന്നിട്ട് മമ്മ കയറിപ്പോയി. എന്തായാലും ഞാൻ എൻ്റെ എബിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. സോ മമ്മ പോയതിൻ്റെ വിഷമവും ഉണ്ട്. ഞാൻ ട്രിപ്പ് പോകാൻ പോകുന്നതിൻ്റെ സന്തോഷം വരുന്നില്ല. ആ ഒരു വിഷമമുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. സന്തോഷം പൊക്കത്തോട്ട് വരുന്നില്ല. ഒരു മേ ബി അവിടെ എത്തുമ്പോഴത്തേക്കും ഓക്കെ ആകുമായിരിക്കും. ടാക്സി ഈ ട്രിപ്പിൽ ഞാൻ ബുക്ക് ചെയ്ത ആക്ടിവിറ്റീസും ഹോട്ടലിൻ്റെ പറ്റാവുന്നതിൻ്റെയൊക്കെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നമ്മളിവിടെ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. ഒരു $1000 1000 SGD വിഡ്രോ ചെയ്തിട്ട് നമ്മൾ തൊട്ടടുത്തുനിന്ന് ഇവിടെ നിന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് വിയറ്റ്നാമീസ് എന്തായിരുന്നു കറൻസി? ഡോങ് വിയറ്റ്നാമീസ് ഡോങ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കറൻസിയുടെ പേര്. അതിലോട്ട് കൺവേർട്ട് ചെയ്തു. ഞങ്ങൾ ചെക്ക് ഇൻ കഴിഞ്ഞു, കാഷൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഇന്ത്യൻ ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങളുടെ ഒരു കംഫർട്ട് ഫുഡാണിത്. ഞങ്ങളെപ്പോൾ എയർപോർട്ടിൽ ആരെങ്കിലും പിക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടാക്കാൻ വന്നാലോ അല്ലെങ്കിൽ ഞങ്ങൾ ട്രിപ്പ് പോകണമെങ്കിൽ എപ്പോഴും ഞങ്ങൾ ഈ കടയിൽ വന്ന് അഞ്ചാപ്പാർ ഇവിടെ വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കും. നമ്മളങ്ങനെ ഹോച്ചിമിൻ സിറ്റിയിൽ ലാൻഡായി. നമ്മൾ വിയറ്റ്നാമിൽ 4 ഡെസ്റ്റിനേഷനാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ഥലം ഹോച്ചിമിനാണ്. നമ്മൾ വന്നിറങ്ങി ഇമിഗ്രേഷൻ ആയപ്പോഴത്തേക്കും അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഓൾമോസ്റ്റ് 1.5 hour നമ്മൾ ക്യൂ ചെയ്യേണ്ടി വന്നു ഇമിഗ്രേഷൻ അതിൻ്റെ ക്യൂവിന് വേണ്ടി. ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഈവൻ പെട്ടി കളക്ട് ചെയ്യാനും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം ലേറ്റായി. ഇമിഗ്രേഷൻ്റെ അവിടെ ലേറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ പെട്ടിയൊക്കെ ബെൽറ്റിൽ നിന്ന് മാറ്റി അവർ മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ചേക്കുമായിരുന്നു. അത് കണ്ടുപിടിക്കാനും കുറച്ച് കൺഫ്യൂഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഗ്രാബ് ആപ്പ് യൂസ് ചെയ്ത് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു നമ്മുടെ ഹോട്ടലിലേക്ക്. അങ്ങനെ നമ്മൾ ടാക്സി പോയിക്കൊണ്ടിരിക്കുക. പുറത്ത് സ്ഥലം ഏകദേശം കണ്ടിട്ട് നാട് പോലെയൊക്കെ എനിക്ക് തോന്നി. എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. കാണിച്ചു തരാം. നമ്മളിവിടെയാണ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തത്. നമുക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടി. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച ഹോട്ടല് അവർ പറഞ്ഞു റിനോവേഷൻ നടക്കുവാണ്, അപ്പോൾ ഭയങ്കര പൊടിയും നോയ്സ് ആയിരിക്കും, സോ അടുത്തുള്ള വേറെ ഹോട്ടലിൽ കൊണ്ടുപോട്ടെന്ന് വെച്ചു. ഫോട്ടോ കാണിച്ചു തന്നപ്പോഴത്തേക്കും ഫോട്ടോ ഓക്കെ ഡീസെൻറ്റ്. നമ്മൾ ഓക്കെ പറഞ്ഞു. നമ്മൾ ഈ സ്ഥലത്തോട്ട് വന്നു. അവർ നമ്മളെ സ്കൂട്ടറിൽ ഒരാളെ വെട്ടി മടിയിൽ വെച്ച് സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ആകെ ഒരു 1 minute 2 minutes ഉണ്ടായിരുന്നുള്ളൂ സ്കൂട്ടറിലെ റൈഡ്. ഇവിടെയാണ് നമ്മളുടെ ഹോട്ടൽ. ഇവിടുത്തെ ഫേമസ് സാധനമാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി കോഫീസ്. ഇത് കോക്കനട്ട് കോഫി, ഇത് വിയറ്റ്നാമീസ് മിൽക്ക് കോഫി. കിടിലൻ സാധനം. ഒരു കയ്പൊക്കെ വന്നിട്ട് കിടിലൻ സാധനം, ഒന്നും പറയണ്ട. നമ്മൾ ഇവിടുത്തെ സിഗ്നേച്ചർ ഫുഡ് ഓർഡർ ചെയ്തു. ഇതിൻ്റെ പേര് പ്രൊനൗൺസിയേഷൻ ഫേർന്നാണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ബീഫ് ആണ് പറഞ്ഞത്. ബീഫും എന്തോ ഒരു നൂഡിലും ഉണ്ട് ഇതിനകത്ത്. പിന്നെ എബിൻ ഒരു മിക്സഡ് വെജോ എന്തായിരുന്നു അത്, ബീഫും ബ്രൊക്കോളിയും വെജും പിന്നെ സ്റ്റീം റൈസും പറഞ്ഞു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ കോഫി, അവരുടെ സിഗ്നേച്ചർ കോഫി. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയ സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. നമ്മൾ ഇവിടെ വന്ന് നാട്ടിലേക്ക് വീട്ടിലോട്ടൊക്കെ ഒരു ലെറ്റർ അയക്കാന്ന് വിചാരിച്ചു, ഒരു പോസ്റ്റ് കാർഡ് അയക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതിനകത്ത് എങ്ങനെ ഫോട്ടോ എടുക്കുന്നതെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക.
ഇവിടെ നിന്ന് പോസ്റ്റ് കാർഡ് എടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി നമുക്ക് ആർക്കെങ്കിലൊക്കെ അയച്ചു കൊടുക്കാം. വലുതായി പോയല്ലോ. ഈ സിറ്റിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന കഫേസാണ്. പലതരം കഫേ, നല്ല ആംബിയൻസ് ഉള്ള, ഭയങ്കര എസ്തെറ്റിക്കലി ഉള്ളതും പല പല തീമിലുള്ള കുറേ കഫേസ് ഉണ്ടായിരുന്നു ഈ സിറ്റി മൊത്തം. അപ്പോൾ നിങ്ങളിവിടെ പോകാൻ നേരത്ത് നല്ല കുറച്ച് കഫേസൊക്കെ നോക്കി പോകുന്നത് ഒരു നല്ലൊരു ഐഡിയ ആയിരിക്കും. വേണ്ട വേണ്ട വേണ്ട. നമ്മൾ പോസ്റ്റ് കാർഡൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇവിടെ ഒരു സ്ട്രീറ്റ് കണ്ടു. നമ്മൾ നോക്കിയപ്പോൾ നല്ല രസം കാണാൻ. വെറുതെ ഒന്ന് നടന്നു നോക്കാം. മേ ബി എന്തെങ്കിലും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്സോ എന്തെങ്കിലും സൊവിനിയേഴ്സൊക്കെ വാങ്ങിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. ഞങ്ങൾക്ക് ഇവിടെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കുറച്ച് വൈകിപ്പോയി. സോ ഈ പരിപാടി നടക്കില്ല. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും 2 വീലേഴ്സ്. ഇവിടെ എല്ലാവരും 2 വീലേഴ്സിലാണ് മോസ്റ്റ്ലി പോകുന്നത്. അപ്പോൾ നമുക്ക് റോഡൊക്കെ ക്രോസ് ചെയ്യാനൊക്കെ സീബ്ര ക്രോസ് ഉണ്ടെങ്കിലും ഭയങ്കര പാടാണ്. നമ്മൾ ഫുള്ളിങ്ങനെ വണ്ടി വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ സിംഗപ്പൂരിലുള്ള ബുഗി സ്ട്രീറ്റ് വൈബ്സ് ഉണ്ട്. കുറേ അടിപൊളി ക്യൂട്ട് ബാഗ്സ് ഒക്കെ, പിന്നെ കുറേ സൊവിനിയേഴ്സും. ഈ മാർക്കറ്റിലുള്ള സാധനങ്ങൾക്ക് അങ്ങനെ ഫിക്സഡ് പ്രൈസ് ടാഗ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ലോണം ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഞങ്ങളങ്ങനെ ബാർഗെയിൻ ചെയ്ത് കുറച്ച് സൊവിനിയേഴ്സൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ മുഖം കാണിച്ച് ആൽക്കഹോൾ സ്നേക്ക് വൈൻ എന്നല്ലേ അതിനെ പറയാ. നമ്മൾ ഈ കടയിൽ വന്ന് ഒരു ഐസ് കോഫി വാങ്ങിച്ചു. വാവ്, അത് മറിച്ചിട്ട് എവിടെ കിട്ടും? പോസ്റ്റ് കാർഡൊക്കെ അയച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റ് വന്നപ്പോൾ ആകെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ലൈറ്റ് കോണാക്കി ഫുൾ വൈബ് സ്ഥലം. കണ്ട തിരിച്ചറിയുന്ന പോലുമില്ല. ഡേ 2 ആണ്. ഞങ്ങൾ രാവിലെ എണീറ്റ് നമ്മൾ കുളിച്ചിട്ടാണ് പോവുക. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പിക്കപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ തിരിച്ചും കൊണ്ടാക്കും. സോ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം.
US ആർമി എറിഞ്ഞിട്ട ബോംബും അതും എല്ലാ സാധനത്തിൽ നിന്നാണ് ഇവരുടെ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ സ്യൂട്ട് കേസ് ഞാൻ നമ്മുടെ നാട്ടിൽ കുറെ കണ്ടിട്ടുണ്ട്. സെയിം സാധനം ആയിരിക്കില്ലല്ലോ. ആണല്ലേ? കുറെ നാട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു നാട്ടിൽ ഇങ്ങനത്തെ കുറെ കണ്ടിട്ടുണ്ട് പണ്ട് പാപ്പടയിലൊക്കെ. സെയിം ബ്രാൻഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് എന്താണ്? സാംസങ്ങിന്റെ പരസ്യം. ഈ ടണലുള്ളവർക്കൊക്കെ വെന്റിലേഷൻ കൊടുക്കാനുള്ള എയർ ഹോൾസ് കണ്ടു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ഒക്കെ കൂടുതലുണ്ട്. പക്ഷെ നേരത്തെ കാണിച്ച എയർ ഹോള് ഉണ്ടാക്കി വെച്ചേക്കണത് ഉറുമ്പിൻ്റെ കൂട് പോലെയൊക്കെ. അപ്പോൾ US ആർമി വരാൻ നേരത്തെ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനകത്ത് ഇവർ ബാംബൂൻ്റെ സ്റ്റിക്ക് ഇത് വെച്ചിട്ട് എയർ ഹോൾ ഉണ്ടാക്കി വെച്ചേക്കാം. കണ്ട ഒട്ടും പറയില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണതാണ് എയർ ഹോളായിട്ട്. അതായിരുന്നു അവിടുത്തെ സോൾജേഴ്സിന്റെ യൂണിഫോം. കയ്യിന്ന് കൊണ്ടിരുന്നായിരുന്നു ശിവനെ. ശരിയാ. ഭയങ്കര സ്റ്റീപ്പാണല്ലേ. ഇവിടെ പിടിക്കാനെങ്കിലും ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു. ഈ ടണലിന്റെ എൻട്രൻസ് അവിടെ നിന്ന് കയറിയിട്ട് നമ്മളിവിടെ കൂടെ ഇറങ്ങും. സംഭവം ഇത്രേ ഉള്ളൂ. പക്ഷെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, 5 മീറ്റർ എന്തല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് കയറാൻ നേരത്ത് ഭയങ്കര കുഞ്ഞി സ്പേസ്. പെട്ടെന്ന് നമ്മൾ കിതയ്ക്കാൻ തുടങ്ങി. നേരെ മുകളിലോട്ട് നടുക്ക് വെക്ക്. ആ ബാമ്പു വെച്ച് സ്പൈക്സ് ഉണ്ടാക്കി വെച്ചേക്കണ ആൾക്കാർക്കല്ലേ ട്രാപ്പ്. പോയിസൺ ഇടും. ഇതായിരുന്നു ടണലിന്റെ ഒറിജിനൽ സൈസ്. ഒരാൾക്ക് ഭയങ്കര ചെറുത്. ഇങ്ങനെ നമുക്ക് നേരത്തെ നമ്മൾ കയറിയ ടണലൊക്കെ ആക്ച്വലി ടൂറിസ്റ്റുകൾക്കൊന്ന് കയറാൻ വേണ്ടി കുറച്ച് വലുതാക്കി വെച്ചേക്കണം. ഇതായിരുന്നു ഒറിജിനൽ സൈസ്. ഇതെന്ത് മെഡിക്കൽ അപ്പൊ നമുക്ക് പോവാൻ ഇത്തിരി അത്രയ്ക്ക് ചെറുതല്ല ഇത്. പക്ഷേ ഇൻ റിയൽ ലൈഫ് ഇത് നേരത്തെ കാണിച്ച പോലെ ഭയങ്കര സ്മോൾ. ഇതാണ് ഏറ്റവും ലോങ്സ്റ്റ് ബങ്കർ മീറ്റിംഗ്.
one is the real one. Did you think that was a statue? Okay. Why is it they're trapped in the commanding? If somebody tries to attack, they'll just push them down. You want to go out? Go out? വേറൊരു ടണൽ ഇത് ഭയങ്കര പാടാത്ര അതിനകത്ത് കുറെ യു ഷേപ്പ് വഴികളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിനകത്ത് ആരും കയറിയില്ല പറ്റുണ്ടോ അയ്യോ ഹമാൻ്റെ റൂമിന്റെ There's a room, resting room. Yeah. No, I mean like there's another tunnel. I don't know why. I don't want to go in. It's the back. Oh yeah. പോകാവോ So this is secretary room. എന്താണ് Fuera. വിയറ്റ്നാമീസ് പട്ടാളക്കാർ വാറിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് പുഴുങ്ങിയ കപ്പയും പീനട്ടും ആയിരുന്നു ഈ പുകയൊക്കെ ഇവർ വേറെ ഏതോ വഴി ഫിൽട്ടർ ചെയ്ത് വിടുമെന്ന് സോ ദാറ്റ് യു എസിലെ ആർമിയിൽ വന്ന് ഇവർ ഫുഡ് ഉണ്ടാക്കണ അറിയില്ലല്ലോ ഇവരെ പിടിക്കാണ്ടിരിക്കാൻ നേരത്തെ കണ്ട അടുപ്പിൽ പുക മാറി ഇവിടെ വരും അപ്പോൾ ഇവർ രാവിലെയും രാത്രിയും കുക്ക് ചെയ്യും അപ്പോൾ ഈ സ്മോക്ക് ഫോഗിൻ്റെ കൂടെ മിക്സായി പൊക്കോളുന്നു ഐഡൻറ്റിഫൈ ചെയ്യാണ്ടിരിക്കാൻ ഇത് ജീനിയസാണ് എല്ലാത്തിനും കൂടെ പങ്കറുണ്ട് ചെരുപ്പുണ്ടാക്കണം പങ്കർ ഇവർ പറയുകയാണെങ്കിൽ ഈ ചെരുപ്പ് വെച്ച് നടന്നു പോയി കഴിഞ്ഞാൽ മണ്ണിൽ ഫുട് പ്രിൻ്റ് കണ്ടു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ് പോയെന്ന് മനസ്സിലാവില്ല നമ്മൾ നടന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടന്ന പോലെ തോന്നുന്നു എപ്പോഴും റീസൈക്കിൾ ചെയ്യുന്നതെല്ലാം ഇവിടെയാണ് ഈ ബോംബ് ഷെല്ലിൽ നിന്ന് ഈ US ആർമി അയച്ച ബോംബെന്നും അതിനകത്ത് ബോംബ് ഷെല്ലിൽ നിന്നൊക്കെ മെറ്റൽ എടുത്താണ് ഇവർ ടണൽ ഉണ്ടാക്കാനുള്ള ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയത് പലതരം ട്രബിൾ Which means you have to make sure you have a good knees, good back. And second, ഈ കേവിൻ്റെ അകത്തും വെള്ളം കിട്ടാൻ കിണറൊക്കെ ഉണ്ട് ഇവർക്ക് ഇതിനകത്ത് ഒരു വെള്ളം എടുക്കുന്നതൊക്കെ what happens if I shut my light out? Okay, do more light. So look like this. Even more dark. ഇവിടെ ഫൈനൽ ആക്ടിവിറ്റി ആയിട്ട് ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് 10 ബുള്ളറ്റ് മിനിമം 25 SGD എന്ന് പറഞ്ഞിട്ട് Rifle. You can purchase 10, it's okay. But for the RPD, at least from 30.
കൊച്ചി ടണൽ കഴിഞ്ഞ് നമ്മൾ നേരെ ഈ കഫേ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. ഇവിടെ അപ്പാർട്ട്മെൻറ്റ് മൊത്തം കുറേ കഫേകളാണ്. ഈ കഫേ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഒരു ലിഫ്റ്റ് ഉണ്ട്. 3000 വേണ്ടി പെർ പേഴ്സൺ കൊടുത്തു കഴിഞ്ഞാൽ ലിഫ്റ്റ് എടുത്ത് കയറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നടക്കാം. നമ്മൾ 5ാമത്തെ ഫ്ലോറിലേക്ക് നടന്നു കയറാൻ വിചാരിച്ചു. അല്ലേ? നോ കാർഡ്, ക്യാഷ് ഓൺലി. ഈ അപ്പാർട്ട്മെൻറ്റിൽ കുറേ കഫേ ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എവിടെ കയറണമെന്ന്. നമ്മൾ എന്നിട്ട് ഗൂഗിളിൽ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഇതും വേറെ ഒരെണ്ണം അടിപൊളിയാണെന്ന് കണ്ടു. അങ്ങനെ നമ്മൾ ഇവിടെ കയറി. ഫേമസ് ഹോച്ചിമിൻ സ്റ്റാച്യു. നമ്മൾ സൈറ്റ് സീയിങ്ങിനുള്ള ഈ ഒരു ബസ് 1 hour 15 minutes റൈഡാണ്. 150,000 VND പെർ പേഴ്സൺ. നമ്മൾ കയറി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ ഈ റെയിൻ ബോട്ടിലൂടെ പോഞ്ചോ എന്ന് പറയും. നമ്മളിതിൻ്റെ ലാസാനിക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. കുറച്ചേരം കഴിഞ്ഞ് മഴയൊന്നും പെയ്തില്ല. നമ്മൾ മൂഞ്ചി പോയി. ഞാനേ ഒടുക്കത്തെ ചൂടിത്തിട്ടിട്ട് അപ്പം നമ്മളത് കൂരി വെച്ചു. ഈ സൈറ്റ് സീയിങ് ബസ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് ഉറക്കം വന്നിട്ട് പോയായിരുന്നു. ഇവരിടുന്ന മ്യൂസിക് ആണെങ്കിൽ ഉറക്കം വരുന്നതും പിന്നെ ഭയങ്കര പയ്യുള്ള യാത്രയും ഒടുക്കത്തെ കാറ്റും. പെർഫെക്റ്റ് ഫോർ സ്ലീപ്പിംഗ് ആയിരുന്നു. ഞങ്ങൾ പകുതി വെച്ച് ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി. ഹലോ, ഹോച്ചിമിനിലെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാനും എബിനും ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം, വിച്ച് ഇസ് ദനാങ്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. സോ നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫ്ലൈറ്റ് ഇനിയും 2 hours കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലൗഞ്ചിൽ കയറി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് ഇവിടുത്തെ ലൗഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. ദനാങ്ങിലെ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.